മാനസ, പോലീസ് സൂപ്രണ്ട് ഹരിശങ്കറിന്റെ സ്നേഹനിധിയായ സഹോദരി. മൈന, ഉടപ്പിറന്നവളല്ലെങ്കിലും അവളും ഹരിക്ക് മാനസയെ പോലെ തന്നെ. മൈനെ, നീ ഇല്ലാത്ത പറയരുത്. മാനസയെ നിന്നെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? ഡോക്ടർ ഗൗരി, ഹരിശങ്കറിന്റെ ഭാര്യ. പരിഭവങ്ങളേറെയുണ്ടെങ്കിലും മാനസയോടും മൈനയോടും അതിവാത്സല്യമാണ് ഡോക്ടർ ഗൗരിക്ക്. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വേണുഗോപനുമായി മാനസയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. മാനസ മാത്രം വീട്ടിലുള്ള ആ രാത്രി ദേഹമാകെ മുറിവുകളുമായി ഒരു ചെറുപ്പക്കാരൻ അവളുടെ മുറിയിലെത്തി. സിദ്ധാർത്ഥനായിരുന്നു അത്. മാനസയുടെ പ്രതിശ്രുത വരൻ വേണുഗോപനെ ആരോ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി വീട്ടിലെത്തിയ ഹരിശങ്കർ സഹോദരി അറിയിക്കുന്നു. നമ്മുടെ വേണുഗോപന് അപകടം പറ്റി, കൊല്ലാനായിട്ട് തന്നെ കുത്തിയതെന്നാ പോലീസ് പറയുന്നേ. മാനസ തകർന്നുപോയി. താൻ മുറിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആളാണ് ആ കൊലയാളിയെന്ന് ഞെട്ടലോടെ അവൾ മനസ്സിലാക്കുന്നു. തന്റെ സഹോദരി അംബികയെ ചതിച്ചവനാണ് വേണുഗോപൻ എന്ന് സിദ്ധാർത്ഥൻ വെളിപ്പെടുത്തി. അംബികയുമായി വിവാഹം തീരുമാനിച്ചിരുന്നതാ വേണുഗോപൻ. പറഞ്ഞു പ്രലോഭിപ്പിച്ച് എന്റെ അനിയത്തെ നശിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞതാ അയാള്. മാനസ അംബികയെയും ഗോപുമോളെയും നേരിട്ട് കാണുന്നു. സിദ്ധാർത്ഥൻ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് ബോധ്യമായി. എന്റെ മോളുടെ അച്ഛനാ ചതിയൻ. സംഘർഷഭരിതവും വികാരനിർഭരവുമായ രംഗങ്ങൾ ഇനി തുടർന്നു കാണുക. എനിക്കറിയണം നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോന്ന്. സത്യമാണ്. അത് നിങ്ങൾ പറയുന്നതല്ലേ, ഞാൻ അന്വേഷിക്കട്ടെ. നിങ്ങൾ എനിക്ക് തന്ന മേൽവിലാസവും അങ്ങനൊരു അനിയത്തിയും കുട്ടിയും ഒക്കെ സത്യമാണോന്ന് അറിയട്ടെ. സത്യമല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കണം. അതുവരെ ഈ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ വിടില്ല. ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്നത് റിസ്ക് ആണ്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് പറയണ്ട, ഞാൻ മുറി പുറത്തുനിന്ന് പൂട്ടുക. ആരാ? അമ്മയെ കാണാൻ വന്നതാ. മോളുടെ പേരെന്താ? ഗോപിക. അമ്മ ഗോപുന്ന് വിളിക്ക. അച്ഛനോ? എനിക്ക് അച്ഛനില്ല. അച്ഛന്റെ പേരറിയാമോ? വേണുഗോപൻ. മോളുടെ അമ്മ എവിടെ? ആരാ? അംബികയല്ലേ? അതെ, ഞാൻ മാനസ. എനിക്ക് വേണുഗോപനെ അറിയാം. അംബികയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളുടെ അച്ഛനാ ചതിയൻ. ചതിച്ചോ? പറഞ്ഞു മോഹിപ്പിച്ച് എന്നെ ഇല്ലാതാക്കിയിട്ട് വിട്ടിട്ട് പോയി. ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ എവിടെയുണ്ട്? നാട്ടിലുണ്ട്. പക്ഷേ അംബിക പറഞ്ഞതൊക്കെ സത്യമാണോ? വേണുഗോപൻ ശരിക്കും ഗോപികയുടെ അച്ഛനാണോ? എനിക്ക് അംബികയെ സഹായിക്കാൻ പറ്റും, അതുകൊണ്ട് ചോദിച്ചതാ. അകത്തേക്ക് വന്നോളൂ.
പ്രണയകാലത്തിന്റെ അവശേഷിപ്പുകളാ ഈ ചിത്രങ്ങളും കുറെ ഓർമ്മകളും ഒരു മോതിരവും പിന്നെ എന്റെ മോളും. ഈശ്വരാ, ഏട്ടൻ എന്താ ആ വരുന്നത്? എന്റെ ഏട്ടൻ SP ഹരിശങ്കറാ. ദേ, അന്വേഷിച്ചു വരുന്നതേ സിദ്ധാർത്ഥനെയാ, നിന്റെ ഏട്ടനെ. നിനക്കൊന്നും അറിയില്ല, ഞാനിവിടെ വന്നിട്ടില്ല. മനസ്സിലായോ? നീ ഒറ്റയ്ക്കാണോ ഈ വീട്ടില്? മോള, ഈ സിദ്ധാർത്ഥനാരാ? ഭർത്താവാ? അല്ല, ഏട്ടനാ. ഒന്ന് വിളിക്കാവോ? 2 ദിവസമായി വീട്ടിൽ വന്നിട്ടില്ല. കള്ളമായിരിക്കും സാറേ, കേറി നോക്കാം. ആണോ? കള്ളമാണോ? അല്ല സർ, 2 ദിവസമായി ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല. കേറി നോക്കാം സാർ. എന്തിനാണോ? അകത്തില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോ അകത്ത് ഒളിച്ചിരിക്കാൻ മാത്രം വിട്ടിത്തം കാണിക്കോ? കൊലപാതകം ചെയ്യാൻ ധൈര്യം കാണിച്ചെടുത്ത്. കൊലപാതകോ? ഏട്ടനോ? ആരെ? ഇന്നലെ രാത്രി കുട്ടിയുടെ ഏട്ടൻ സിദ്ധാർത്ഥൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു വേണുഗോപനെ. ഈശ്വരാ, എന്നിട്ട് ഏട്ടൻ എന്തേ? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. കൊലപാതകത്തിന് ശ്രമിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കില്ല എന്ന് ഞാൻ ഊഹിച്ചു. പക്ഷേ നിന്നെ വിളിക്കും, വിളിക്കാതിരിക്കില്ല. എന്താ പേര്? അംബിക. ആ, അംബികെ. അറ്റംപ്റ്റ് ടു മർഡർ ആണ് കേസ്. നിന്നെ അവൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആവാൻ പറയണം. ഇപ്പൊ ഈ പറഞ്ഞത് മര്യാദയ്ക്കാ. ആ സ്വഭാവം കളയിക്കരുത്. പോലീസിന്റെ കൈക്ക് പണിയാക്കരുതെന്ന് പറയണം. എന്റെ ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അയാളെ കൊല്ലാൻ ശ്രമിച്ചു. മരിച്ചില്ലല്ലോ? ഇല്ല, പക്ഷെ ചിലപ്പോ മരിക്കും. എന്റെ ഏട്ടൻ പോലീസ് കസ്റ്റഡിയിലാവും. ഇല്ല. ഏട്ടനെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. കിട്ടില്ല. നിന്റെ ഏട്ടൻ സിദ്ധാർത്ഥൻ എന്റെ കൂടെയുണ്ട്. എന്റെ വീട്ടിൽ, എന്റെ മുറിയിൽ മാനസയുടെ കൂടെയുണ്ട്. സിദ്ധാർത്ഥൻ പറഞ്ഞത് സത്യമാണോന്ന് അറിയാനാ ഞാനിവിടെ വന്നത്. പറ, എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കോ? എന്റെ ഏട്ടനെ നീ കണ്ടല്ലോ. SP-യുടെ വീട്ടിൽ നിന്റെ ചേട്ടനെ എനിക്ക് ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാനും എനിക്കറിയാം. പക്ഷേ എനിക്കറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്.
എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എനിക്കറിയണം. പറ, ഒരു തമാശയ്ക്ക് നീ അയാളെ ജീവിതത്തിലേക്ക് വിളിച്ചോ അതോ കിടക്കറയിലേക്ക് വിളിച്ചോ? പറ. ദേ, കള്ളം പറഞ്ഞ നിന്റെ ഏട്ടനെ ഞാൻ കൈവിടും. പിന്നെ ഈശ്വരന് പോലും രക്ഷിക്കാൻ പറ്റില്ല അയാളെ. ഞാൻ കള്ളം പറയില്ല മാനസേ. എന്റെ മോള് സത്യമായിട്ടും ഞാനല്ല. അയാളാണ് എന്നെ മോഹങ്ങളുടെ ഒരു വലയിലാക്കിയത്. ഒരു വേനൽ മഴ തോർന്ന പുലർച്ചയ്ക്കാണ് വേണുഗോപനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വഴിയിൽ വെച്ച് കാണുന്നു. ഒന്ന് പരിചയപ്പെടുന്നത് ഒരു തെറ്റാണോ? തെറ്റാണോന്ന് ചോദിച്ചുകൊണ്ട് പരിചയപ്പെട്ടിട്ട് എന്നെ തെറ്റിലേക്ക് കൊണ്ടുപോയതാ വേണുഗോപൻ. എനിക്കറിയില്ലായിരുന്നു മാനസേ, എന്നെ ചതിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ സംഭവിച്ചത് അത് നീ പറ. പരിചയപ്പെട്ട മറക്കാൻ പാടാ വേണുഗോപനെ. അത്തരമൊരു മാഗ്നറ്റിക് പവർ ഉണ്ട് അയാളുടെ മുഖത്തിനും സംസാരത്തിനും. പിന്നീട് പല പ്രാവശ്യം തമ്മിൽ കണ്ടു. പരസ്പരം മനസ്സുകൊണ്ട് അടുത്തു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വീട്ടിലും എതിർപ്പില്ലായിരുന്നു. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. കല്യാണം നടന്നില്ലേ? ഇല്ല. അതിനു മുൻപേ അമ്മയോ ഏട്ടനോ ഒന്നും വീട്ടിലില്ലാത്തൊരു ദിവസം വേണുഗോപൻ വന്നു. നമുക്ക് വേണ്ടി ദൈവം ഒരു ദിവസം മാറ്റിവെച്ചവരുണ്ട് അല്ലേ അമ്പേ? കല്യാണത്തിന് ഞാനും കൂടി പോകേണ്ടതായിരുന്നു. വേണു ഇന്ന് തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാ. കണ്ട അന്ന് മുതല്, നിന്നെ പരിചയപ്പെട്ട നിമിഷം മുതല് ഒരു പൂക്കാലമായിരുന്നു എന്റെ മനസ്സിൽ. വേണ്ട വേണു, അതിര് കടക്കരുത്. കുറച്ചു ദിവസങ്ങളല്ലേ ഉള്ളൂ ഇനി. എനിക്കും പ്രതീക്ഷകളൊക്കെ ഉണ്ട്. കാത്തിരിക്കാം കല്യാണം വരെ. എന്തിനു? എന്റെ മനസ്സും എന്റെ വിശ്വാസവും നിന്റെ കൈവിരൽ ഞാൻ അണിയിച്ചിട്ടില്ലേ? എൻഗേജ്മെന്റല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. താലിയാണ് പെണ്ണിന് ബലം. എന്നെ എത്ര വിശ്വാസമില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാം. വേണു, പെണ്ണല്ലേ വേണു? മരണം വരെ നമ്മൾ ഒരുമിച്ചുണ്ടാവും. മരണം വരെ. അന്ന് പോയതാ, പിന്നെ ഞാൻ വേണുഗോപനെ കണ്ടിട്ടില്ല. അപ്പോ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ അയാൾ സ്റ്റേറ്റ്സിലേക്ക് പോയെന്ന് പറഞ്ഞു വീട്ടുകാര്. ഉയർന്ന ജോലി കിട്ടിയതുകൊണ്ട് തൽക്കാലം ഈ വിവാഹം മാറ്റിവെക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ മാറ്റിവെക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ. പ്രഗ്നന്റ് ആയിരുന്നു. അതറിഞ്ഞിട്ടും വേണുവിന്റെ വീട്ടുകാർക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. എന്നെ അധിക്ഷേപിച്ചു. അവരുടെ മകന്റെ കുഞ്ഞായിരിക്കില്ല എന്ന് വരെ പറഞ്ഞു. അപ്പൊ എനിക്ക് വാശിയായി. ഒരു അബോർഷന് സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ നിർബന്ധിച്ചിട്ടും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറായില്ല.
പ്രസവിക്കുന്ന വാശി പിടിച്ചപ്പോ പ്രശ്നമായി. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാ ഇങ്ങോട്ട് താമസം മാറ്റിയത്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ മോളെ കൊണ്ട് അയാൾ അച്ഛന്ന് വിളിപ്പിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഞാൻ. 5 വർഷത്തിന് ശേഷം ഇപ്പോഴാ വീണ്ടും അയാൾ നാട്ടിൽ വന്നത്. പുതിയ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ എന്നേക്കാൾ തകർന്നു പോയത് എന്റെ ഏട്ടനാ. ഒരു പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞു. ആ പെൺകുട്ടി ഞാൻ അംബിക. സത്യം സത്യം, അംബികയുടെ ഏട്ടൻ രക്ഷിച്ചത് എന്റെ ജീവിതമാണ്. അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഞാൻ അയാളുടെ ഭാര്യയായന്. ഇനി എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ചെയ്യണം. തൽക്കാലം ഞാൻ ഇതൊന്നും അറിയാത്ത മട്ടിൽ ഭാവിക്കും. നീയും. സിദ്ധാർത്ഥൻ എന്റെ അടുത്തുണ്ടെന്ന് ഒരാളോടും പറയരുത്. എന്നിട്ടോ മനസ്സേ, എന്ത് ധൈര്യത്തിൽ അവിടെ ഒളിപ്പിക്കുന്നത്? വേറെ എവിടെ ഒളിച്ചാലും പിടിക്കപ്പെടും. നോക്കാം, ഒരു മാർഗം തെളിയാതിരിക്കില്ല. വേണുഗോപൻ മരിക്കോ ജീവിക്കോ എന്ന് അറിയട്ടെ ആദ്യം. മരിച്ചാ സംശയം എന്താ? സിദ്ധാർത്ഥനെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കേണ്ടി വരും. മറിച്ചാണെങ്കിൽ രക്ഷപ്പെടുത്താം. ഏത് വിധേനെ. ആരാ? അർജുനേട്ടനോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, പക്ഷേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ എന്റെ പെണ്ണായി പോയില്ലേ? നിന്റെ തന്തയും തള്ളയും ചാവുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ? ഞാനല്ലേ നിന്റെ മുറച്ചെറുക്ക്. അർജുനേട്ടൻ പോ, എനിക്ക് നിങ്ങളെ കാണണ്ട. അങ്ങനെ കാണണ്ടെന്നൊന്ന് പറഞ്ഞ അർജുൻ പോവില്ല മോളെ. മര്യാദക്ക് ഇറങ്ങി പോ അർജുനേട്ടാ, ഇവിടെ ആരും ഇല്ല. ആഹാ, അത് നന്നായി. ആരുമില്ലാത്തതല്ലേ സൗകര്യം. നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. അർജുനേട്ടാ, എനിക്ക് നിങ്ങളെ കാണുന്ന പോലും വെറുപ്പാ. ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, നീ എന്നെ വെറുക്കും തോറും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെ മാത്രമല്ലല്ലോ, നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ അല്ല നീ എനിക്ക്. നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം. ഒരിക്കലും നടക്കാത്ത ആഗ്രഹം അത്. ഇത് എത്ര തവണ പറഞ്ഞതാ? 1000 വട്ടം പറഞ്ഞാലും നീ എന്റെ പെണ്ണാ മൈനെ. നിന്നെ എനിക്ക് വേണം. വിട്, വിട് അർജുനേട്ടാ. ഞാൻ പറയട്ടെ മൈനെ, വിടാൻ. ഞാൻ ഒന്ന് പറയട്ടെ. വിട് അർജുനേട്ടാ, വിട്. ഞാൻ ബഹളം വയ്ക്കും, വിട്. നീ ബഹളം വെച്ച ആര് കേൾക്കാനാ? വിട്. മര്യാദക്കാണെങ്കിൽ ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് നീ എന്റെ കൈക്കുള്ളില്. വിടാൻ. അർജുനേട്ടാ, വിട് എന്നെ. മൈനെ, വിടാൻ. അവിടെ നിൽക്കടി. എന്ത് ധൈര്യത്തിലാടാ നീ വീട്ടിൽ കയറിയത്? എന്ത് ഭാവിച്ചാ നീ ഇവിടെ കയറി പിടിച്ചത്? ഇതെന്റെ പെണ്ണാ ആണെങ്കിൽ നീ വിളിച്ചാ വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. അതല്ലാതെ ഇവിടെ കയറി അക്രമം കാണിച്ചാ ഈ സെക്കൻഡിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറയും. അറിയാലോ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാലത്തെ അവസ്ഥ. ഇത് വീട് അതിക്രമിച്ച് കയറിയുള്ള സ്ത്രീ പീഡനോ? ഇവിടെ കൊണ്ട് കൊടുപ്പിക്കും ഞാൻ പരാതി. എന്നാ അന്ന് ഞാൻ ഇവിടെ കൊല്ലും. എന്നെ കൊന്നാലും അർജുനേട്ടന്റെ ഒരിഷ്ടത്തിന് ഞാൻ നിന്ന് തരില്ല. കേട്ടില്ലേ? പുറത്തു പോ, പുറത്തു പോടാ. നിങ്ങൾ ഇപ്പൊ എന്നെ ഇറക്കി വിട്ടാലും ഇവിടെ എന്റെ കയ്യിൽ തന്നെ വരും.
അത് കാണിച്ചു തരാം ഞാൻ. ഒരു ചുക്കും കാണിക്കില്ല നീ. അങ്ങനെ കാണിക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാ കയ്യിൽ വീഴും ഒന്നാന്തരം വിലങ്ങ്. പേടിപ്പിക്കല്ലേ. ഒന്ന് പോയതാ ജയിലില്, ഇനി പോകാനൊട്ടും മടിയില്ല. പോയിട്ട് വരാം. വരണ്ട, പോയാ മതി. വരാതെ പറ്റില്ലല്ലോ. ആര് വന്നാലും കഥക് തുറന്നു കൊടുക്കോ നീ? ആരാന്നറിയാതെ ആരാന്ന് ചോദിക്കാതെ ജനാലിലൂടെ നോക്കാതെ മേലിന് വാതിൽ തുറക്കരുത്. എവിടെ പോയതാ നീ? ഒരു ഫ്രണ്ടിന്റെ അടുത്ത്. സദാസമയം ഇങ്ങനെ കൂട്ടുകൂടി നടന്നോ മനസ്സേ? കല്യാണം തീരുമാനിച്ച പെണ്ണാ നീ. ആ, അതിന് നടക്കില്ലല്ലോ. വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. വേണുഗോപന്റെ അപകടാവസ്ഥ മാറി അവൻ രക്ഷപ്പെടും. സമയമുണ്ടല്ലോ, ആലോചിക്കാം. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഒരു അപകടം വരുമ്പോ ഒഴിവാക്കാവുന്ന സ്നേഹമാണെങ്കിൽ ആയിക്കോ. അതൊന്നും അല്ല. ആരാണ് കുത്തിയത്, എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ അറിയണ്ടേ? അതൊക്കെ അറിഞ്ഞിട്ട് മതി. മാനസേ, ഓണെടുക്കട്ടെ? കുറച്ച് കഴിയട്ടെ, ഒരു തലവേദന. മുറി മൂട്ടിയിട്ട് പോയെന്തിനാ? വെറുതെ. ഇല്ലെങ്കിൽ മോള് മുറിക്കകത്ത് കയറി കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് നശിപ്പിക്കും. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? മുറച്ചെറുക്കം വന്നിരുന്നു കൊണ്ടുപോവാൻ. എന്നിട്ടോ? ബഹളമായിരുന്നു, ഇറക്കി വിട്ടു ഞാൻ. എപ്പോഴും അത് പറ്റിയെന്ന് വരില്ല. എന്റെ വീട്ടിൽ പോയിരുന്നോ? എന്റെ വീട്ടിൽ പോയിരുന്നോന്ന്? ഞാൻ എന്ത് വേണം? മനസ്സിലായില്ല. എനിക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ ധാരാളമല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക്? പറഞ്ഞത് മുഴുവൻ സത്യം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി സത്യം. മനസ്സ റിലാക്സ് യുവർസെൽഫ്. ഞാൻ കണ്ടു സിദ്ധാർത്ഥന്റെ അനിയത്തി കുഞ്ഞിനെ. ഞാൻ കണ്ടു. എനിക്ക് അബദ്ധം പറ്റിയത്. ഒന്നും അറിയാതെ ഞാൻ കല്യാണത്തിന് കഴുത്ത് നീട്ടിക്കൊടുത്തേന്. എന്നെ രക്ഷിച്ചു. ഈശ്വരന്റെ രൂപത്തിൽ സിദ്ധാർത്ഥം വന്ന് എന്നെ രക്ഷിച്ചു. കണ്ണീരിന് വാക്കുകളേക്കാൾ വിലയുണ്ട്. വാക്കുകൾക്ക് കണ്ണീരിനെ ഉണ്ടാക്കാനും കഴിവുണ്ട്. എനിക്കിനി ഒന്നും തന്നോട് പറയാനില്ല. ദുഃഖം ഒരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ. ആ ഭാരവും ഒഴിവായി പോവല്ലോ. സിദ്ധാർത്ഥൻ, ഇവിടുന്ന് പോവരുത്. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. മനസ്സേ,
അത് വേണ്ട. വേണം. സിദ്ധാർത്ഥൻ പോലീസിന്റെ കയ്യിൽ പെടരുത്. അതിന് ഏറ്റവും സേഫ് ആയ സ്ഥലം ഇവിടെയാണ്. മാനസ, കൈവിട്ട കളിയായത്. ആയിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ രക്ഷിച്ചേ പറ്റൂ. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അംബികയ്ക്ക് വേണ്ടി, അവളുടെ കുട്ടിക്ക് വേണ്ടി. ഇതുപോലെ വഞ്ചിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിക്കും വേണ്ടി. വേണുഗോപൻ, അറിയോക്കെ? ശരിക്കും എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? എന്തു പറ്റി? സ്ട്രെയിൻ എടുക്കണ്ട, റെസ്റ്റ് എടുത്തു. ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ? അപകടഘട്ടം കഴിഞ്ഞു. വേണുഗോപന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ വോക്കൽ കോഡിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സംസാരശേഷിയായിട്ടില്ല. ശരിയാവേണ്ടതാണ്. സംസാരിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പറ്റേണ്ടതാണ്. ചിലപ്പോ ഈ ഷോക്ക് മാറി കഴിയുമ്പോൾ ശരിയാവും. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? ശരിക്കും കൊല്ലാൻ വേണ്ടി തന്നെ പോയതായിരുന്നോ? ഞാൻ മനസ്സോട് പറഞ്ഞതല്ലേ, ഒരു പൂവ് പോലും അനാവശ്യമായിട്ട് നുള്ളിയെടുക്കാത്ത ആളാ ഞാൻ. വേണുഗോപൻ ക്ലബിലെ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴി കാത്തു നിൽക്കായിരുന്നു ഞാൻ. കൊല്ലാനും കോപിക്കാനോ ഒന്നുമല്ല, എന്റെ അനിയത്തിക്ക് വേണ്ടി ഒന്ന് യാചിക്കാൻ. ഓർമ്മയുണ്ടാവും എന്നെ. ഓർക്കാറില്ല പൊതുവെ. എന്നാ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണു, നിന്റെ മകൾ എന്റെ വീട്ടിൽ വളരുന്നുണ്ട്. എന്ന് വെച്ചാ എന്റെ അനിയത്തിക്ക് നിന്നിലുണ്ടായ കുട്ടി. അവൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചു വേണം. ചുമ്മാ വിവരക്കേട് പറയാറുള്ളൂ. നിന്റെ പെങ്ങള് പഴിച്ചു പോയെങ്കിൽ അത് അവളുടെ സ്വഭാവ ദൂഷ്യം. വേണു, ഞാനൊരു വാക്ക് തർക്കത്തിന് വന്നതല്ല. 5 വർഷമായിട്ട് എന്റെ അനിയത്തി നിന്നെയും കാത്തിരിക്കുക. നീ വിരലണിച്ച മോതിരമായിട്ട്, നീ കൊടുത്ത കുറെ വാഗ്ദാനങ്ങളും മോഹങ്ങളുമായിട്ട്, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട്. രക്തത്തിന്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വാതിൽ തുറന്നു തന്നവള് പിന്നെ വേറെ ആർക്കൊക്കെ കിടപ്പറ വിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? അനാവശ്യം പറഞ്ഞ കൊന്നുകളെ ഞാൻ നിന്നെ. കൈയെടുക്കട. കൈയെടുക്കാം, വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. ഉപേക്ഷിക്കരുത് എന്റെ അനിയത്തിയെ, അവളുടെ കുഞ്ഞിനെ. അതിന് ഞാൻ നിനക്ക് എന്താ തരണ്ടേ? എന്റെ വീട്, സമ്പാദ്യം എല്ലാം തരാം. മതിയോ? പോരാ. എനിക്ക് നീ അഴിഞ്ഞാടി നടക്കാത്ത കുടുംബത്തിൽ പിറന്നൊരു പെങ്കൊച്ചിനെ തരണം. നിന്റെ പെങ്ങളെ ഞാൻ സ്റ്റെപ്പിനായിട്ട് പൊറപ്പിച്ചോളാം.
തന്നെ. ഇവിടെ വന്നപ്പം മുതല് നിന്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. അപ്പം മുതൽ കൂടെ കൊണ്ടുകൊടുക്കുന്ന ഇത് വെച്ച് കേറി ഞാൻ, എന്നിട്ട് കുറ്റേറ്റെടുക്കാൻ ആമ്പിള്ളേരെ കൊണ്ടുവരും ഞാൻ. അതുകൊണ്ട് നീ പോവില്ല. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല. തീരുമാനമൊക്കെ ആയടാ. എന്റെ കല്യാണ കോടികളുമായിട്ട് വന്ന് കേറും എന്റെ പെണ്ണ്. സമ്മതിക്കില്ല. എന്റെ കൊക്കിൽ ജീവനുള്ളപ്പോ സമ്മതിക്കില്ല ഞാൻ. കൊല്ലൂന്ന് ഉറപ്പായപ്പോ കൊല്ലാൻ വേണ്ടി കുത്തി. അതിനെ ന്യായീകരിക്കല്ല മനസ്സ്. അക്രമത്തിന് ഒരു ന്യായീകരണവും പറയാനില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആകസ്മികമാണ് ജീവിതത്തിലെ പല സന്ദർഭങ്ങളും. എന്തിലേക്ക് ചെന്ന് വീഴണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അതിലേക്ക് തന്നെ വിധി ചിലപ്പോ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. ഇനി മാനസ പറയും, ഞാനൊരു മോശപ്പെട്ട ആളാണോ? അല്ല. ആയിരുന്നെങ്കിൽ എന്റെ മുറിയില് ഇത്ര ധൈര്യത്തോടെ നിങ്ങളെ ഞാൻ ഒളിപ്പിക്കില്ലായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം വരെ ഞാൻ ഈ മുറിയിൽ എത്തിക്കില്ലായിരുന്നു. എനിക്കൊരു വിശ്വാസം തോന്നി. സ്വന്തം മനസാക്ഷിയോട് തോന്നുന്ന വിശ്വാസം. ഈശ്വര, ചോറ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ ദേഷ്യപ്പെട്ടത് ഏട്ടത്തി. ശബ്ദം കേട്ടാ ഓടി വരും. മാനസ, മാനസ, എന്തെടുക്കാ നീ ഇവിടെ? എന്താ? ഇതോടെ കൊണ്ടുവയ്ക്കോ. മാനസ, നീ എന്താ ഈ മുറി കുറ്റിയിട്ടിരിക്കുന്നത്? വെറുതെ. വെറുതെയോ? ഇത് കൊള്ളാം. എന്റെ മുറി എനിക്ക് കുറ്റിയിടൂടെ? ഇവിടുന്ന് എന്താ ഒരു ശബ്ദം കേട്ടെ? അത് ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ പാത്രം താഴെ വീണതാ. ഒരു കാര്യവും ശ്രദ്ധയില്ല. ടോയ്ലറ്റിന്റെ ഡോർ തുറന്നിടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മാറിങ്ങോട്ട്. ഓരോരോ ശീലങ്ങളാ മാനസിക്ക്. ബെഡ്റൂമിലിരുന്ന് ആഹാരം കഴിക്കുന്നത് ആദ്യമായിട്ട് കാണുക ഞാൻ. പോയോ? പോയി. എന്റെ അമ്മേ, ശരിക്കും പേടിച്ചു. കണ്ടിരുന്നെങ്കിലോ? എനിക്കറിയില്ല എന്ത് സംഭവിക്കുമെന്ന്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് ഓടിയില്ല. എന്തും സംഭവിക്കാം. കിടക്കുന്നില്ലേ? ആർക്കും വരണ്ടേ? SP ഓഫീസിന്റെ പരിധിയിൽ വെച്ചാ അവൻ മുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തം മുഴുവൻ എനിക്ക്. അതും പെങ്ങളെ കെട്ടാൻ പോകുന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കടന്നു കളഞ്ഞവൻ. പോലീസിനേക്കാൾ ബുദ്ധി ഇപ്പോ ക്രിമിനൽസിനാ. കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ കഴിവുകേടായി പോകും ഗൗരി. മോനെ, എന്തു പറ്റിയടാ നിനക്ക്? സംസാരിക്കാൻ വയ്യല്ലേ?
സാരമില്ല മോനെ, ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. തളരരുത്, പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കെ. മലയിളകി വന്നാലും അച്ഛനുണ്ടാവും കൂടെ. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ കാണട്ടെ മോനെ. വെട്ടരിവ എടുത്ത് വീശു അമ്മ. തൽക്കാലം ഒന്നും ചെയ്യരുത്. ശബ്ദം തിരിച്ചു കിട്ടുമ്പോ പോലീസിനോട് പോലും സിദ്ധാർത്ഥന്റെ പേര് നീ പറയണ്ട. എങ്ങനെയെങ്കിലും SP അനിയത്തിയുമായിട്ടുള്ള കല്യാണം നടക്കണം. അതിനൊരു തടസ്സവും ഉണ്ടാവരുത്. കല്യാണം കഴിയുന്നതുവരെ ആരും ഒന്നും അറിയരുത്. അറ്റംപ്റ്റ് ടു മർഡർ സെക്ഷൻ 307, ജാമ്യമില്ലാതെ അകത്തു പോകുന്നത് 10 വർഷം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്. നമ്മുടെ കെടുകാര്യസ്ഥത എന്ന് വെച്ചാൽ ഈ യൂണിഫോം ഇട്ട നമ്മുടെ കഴിവുകേട്. അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. ഐ ആം സോറി സാർ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. ഐ നോ, ഇത് നമ്മുടെ പരാജയമാണ്. കീഴുദ്യോഗസ്ഥരെ മാത്രം അതിന് കുറ്റപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനല്ല ഞാൻ. ഐ നോ യുവർ ഫീലിംഗ്സ്, ബട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. രക്ഷപ്പെട്ടു പോയത് സുകുമാരക്കുറിപ്പൊന്നുമല്ലല്ലോ. മൊത്തം പോലീസിനും നാണക്കേടല്ലേ നന്ദൻ ഇത്? അതെ സാർ, പക്ഷെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ട്രീറ്റും ഒരു സ്ഥലവും ബാക്കിയില്ല. ഓരോ സ്ട്രീറ്റും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. എന്നിട്ടും അൺഫോർച്ചുനേറ്റ്ലി അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നന്ദൻ ഒരു കാര്യം ചെയ്യൂ, ഈ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഒരിക്കൽ കൂടി പോകൂ. അവന്റെ ഒരു സഹോദരിയില്ലേ അംബിക? സർ, അവളെ ഒന്നുകൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യൂ. വീടുമായി അവൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയണം. സർ. പോലീസിന്റെ രീതിയിൽ ഒന്ന് വിരട്ടി നോക്ക്. ഓഫ് കോഴ്സ് സർ. ഒരറിവ് കിട്ടും. ഒരു കുറ്റവാളിക്കും ഒരുപാട് കാലം മറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്നെപ്പോലൊരു ബാധ്യത ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ? അയ്യോ, ബാധ്യത എന്ന് മാത്രം പറഞ്ഞാ പോരാ, ഒഴിവാക്കാൻ പറ്റാത്ത ബാധ്യത. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊക്കെ പറയാറില്ലേ? ഏതാണ്ട് അതുപോലെ. ഞാൻ പോയിക്കോളാം. ഈ കാലം വെച്ച് നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ മാഷേ. എന്നായാലും പോലീസുകാരുടെ തള്ളുകൊള്ളണം. അത് പെട്ടെന്ന് വേണമെങ്കിൽ അയക്കും. തൽക്കാലം ഈ ജീൻസ് ഒക്കെ മാറ്റി മുണ്ടെടുക്ക. ഏട്ടന്റെ മുറിയിൽ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ. അല്ല, ഇത് കീറിയിട്ടുണ്ടല്ലോ. അയ്യടാ, ഇതെടുത്തോണ്ടേ കളക്ടർ ഉദ്യോഗത്തിന് പോകുന്നല്ലോ. ഈ മുറിക്കകത്ത് കുത്തിരിക്കാനല്ലേ? കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടും മനുഷ്യ. അടുത്ത കുറിച്ച് ആരാണോ ആവോ ബാത്റൂമിൽ കയറാൻ. ഏട്ടനോ? ഏട്ടനെന്താ ഈ സമയത്ത്? ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോകുന്നുണ്ട്. നീ വരുന്ന വേണുഗോപനെ കാണാൻ? ഞാനും വരുന്നു. ആ, പെട്ടെന്ന് വാ. ഇറങ്ങി വാ. ഞാനൊന്ന് ശത്രുവിനെ കണ്ടിട്ട് വരാം. വേണുഗോപനെ. എന്താ അവസ്ഥയെന്നൊന്ന് അറിയട്ടെ. മരിച്ചു പോകുന്ന ഉറപ്പായ പറയണം. എനിക്കിവിടുന്ന് പോണം. ഞാൻ കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ടാവരുത്. വാ.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താണ് വേണുവിന്റെ കണ്ടീഷൻ? ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞു. പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല. അത് ഗ്രാജുവലി ആവും. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? സംസാരിപ്പിക്കാൻ ശ്രമിക്കണ്ട, സ്ട്രെയിൻ ആകും. നീ ചെല്ലേ. How are you? സംസാരിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് സുഖാവട്ടെ. അപ്പൊ ഞാൻ വരാം, വന്ന് സംസാരിക്കാം. അതിനു മുമ്പ് ഈ അക്രമം ചെയ്തവനെ പോലീസ് പിടിച്ചിരിക്കും. പേടിക്കണ്ട, എല്ലാം ശരിയാവും. കഴിക്കും, അതെന്റെ ആവശ്യം. ഹരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ വേണുഗോപന് ശബ്ദം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? മിണ്ടും പറയില്ലാത്തൊരാൾക്ക് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂ? വിവാഹം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നെങ്കിലോ? അതെങ്ങനെ ഫേസ് ചെയ്യും? കഴിഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല ഹരി, ഒരു കൊലപാതക ശ്രമോ, പ്രതി മിസ്സിങ്ങോ, പോലീസിന്റെ കഴിവുകേട് കൊണ്ട് അയാളെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ കഴിവുകെട്ട ആളാണെന്ന് സമ്മതിച്ചാൽ പ്രശ്നം തീരുമോ? ഞാൻ ഹരിയുടെ പേര് പറഞ്ഞില്ല, മൊത്തത്തിൽ പോലീസിനെ പറഞ്ഞത്. മൊത്തത്തിൽ പോലീസിനെ ഒന്നുമല്ല, നീ എന്നെ എയിം വെച്ച് തന്നെയാ സംസാരിക്കുന്നത്. ആണെങ്കിലും തെറ്റില്ല. ഹരിയുടെ സർക്കിളിൽ വെച്ച് ഒളിവിൽ പോയ ഒരാളെ പിടിക്കാൻ കഴിയാത്തത് ഹരിയുടെ കൂടി കഴിവുകേടാ. ഞാൻ ദൈവമൊന്നുമല്ല, ഒരു മനുഷ്യനാ. ചില കുറ്റവാളികളെ എത്ര ശ്രമിച്ചാലും പിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അവര് പോലും അറിയാതെ പോലീസിന്റെ വലയിൽ വന്ന് വീഴുകയും ചെയ്യും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഹരി, അയാളെ പിടികിട്ടാത്തിടത്തോളം കാലം വേണുഗോപൻ സേഫ് അല്ല. വീണ്ടും ആക്രമിക്കപ്പെട്ടേക്കാം. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ വേണുഗോപന്റെ മരണം ഉറപ്പാ. ഗൗരി, എന്തിനാ ഇങ്ങനെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞതാ. ആലോചിക്ക്, അകാലത്തിൽ പെങ്ങള് വിധവയാവണമെന്ന്.